ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളൊരു വീട്ടിൽ അതിഥിയായിട്ട് കയറി ചെല്ലുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ പാലിച്ചിട്ടല്ലേ നമ്മൾ ചെല്ലാറുള്ളൂ. ചില സ്മെല്ലുകൾ നമുക്ക് പറ്റില്ല, ചില വീടിൻ്റെ അടുക്കും ചിട്ടയും നമുക്ക് പറ്റില്ല, ചില വീടുകളിലെ ഭക്ഷണ രീതികൾ നമ്മൾ എന്ത് ചെയ്യും, ആ വീട്ടിലെ അന്തരീക്ഷവുമായി നമ്മൾ പൊരുത്തപ്പെടും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ധാരണ എന്താണ്, ഇത് നമ്മുടെ വീടല്ല, നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ സാധൂകരിച്ചെടുക്കാൻ വേറൊരു വീടാണ്, ആ വീട്ടിലേക്ക് നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. നമ്മുടെ താല്പര്യങ്ങൾ അവിടെ കെട്ടിവെക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മൾ അവരുടെ സാഹചര്യങ്ങളുമായി അവരോട് 100% സഹകരിച്ച് മുന്നോട്ട് പോകുക. വീണ്ടും അടുപ്പമുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ തുറന്നു പറയാം, പക്ഷെ അവിടെയും ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവർ അതുവരെ ഈ മതരാജ്യത്തിനു വേണ്ടി പൊരുതിക്കൊണ്ടിരുന്നു, മതനിയമങ്ങൾക്കു വേണ്ടി കിടപിടിച്ചുകൊണ്ടേയിരുന്നു. മതനിയമങ്ങൾക്കു വേണ്ടി ഇവർ പ്രതിഷേധങ്ങൾ നടത്തി, മതനിയമങ്ങൾ ലംഘിക്കുന്നവരെ ഡിജിറ്റൽ ക്യാമറയിട്ട് കണ്ടുപിടിച്ച് അവർക്കൊക്കെ മൂക്കുകയറിട്ട് അടിമച്ചങ്ങലയിൽ തളച്ചു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇസ്ലാമിക രൂപത്തിലുള്ള ഭരണം പിടിമുറുക്കി കഴിയുമ്പോൾ ആദ്യം അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അതുവരെ ആ നിയമത്തിനു വേണ്ടി കോലാഹലമുണ്ടാക്കിയ ആളുകളായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ഇതുവരേക്കും ഈ മതത്തിനു വേണ്ടിയല്ലേ പടപൊരുതിയത്. അപ്പോൾ ക്രമേണ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ മതം മാനവികതയ്ക്കെതിരാണ്. 1. 2, ഈ മതം മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, അടിച്ചമർത്തലുകളാണ്. അതുകൊണ്ട് യുക്തിബോധമുള്ള, വ്യക്തിത്വ വികാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അച്ചായന്മാരുണ്ടാക്കിയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിറുകളായിട്ടുള്ള നസ്രാണികൾ, നരകത്തിന്റെ വിറകുകൊള്ളികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ആ വിറകുകൊള്ളികൾ ഭരിക്കുന്ന രാജ്യത്ത് കയറി ചെല്ലുന്നു. അഭയാർത്ഥികളായി കേണ് നിലവിളിച്ച് തൊഴുത് അഭയം മാത്രം മതി, അപ്പോൾ ഞങ്ങൾക്ക് ജീവൻ അപകടത്തിലാണ്, ഞങ്ങളുടെ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്തണം. അവര് സ്നേഹിക്കാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, പരസ്പരം പങ്കുവയ്ക്കാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, ചോദിക്കുന്നവന് നിറയെ നൽകാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അവർ അമാനവികത ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും, ആ ഒരു കൾച്ചറിൽ അവർ ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടും ശരി, ഇവർക്ക് അഭയം നൽകാൻ അവർ തയ്യാറാകുന്നു. ഈ അഭയാർത്ഥി പ്രവാഹം പിന്നീട് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഇക്കണ്ട രാജ്യങ്ങളെല്ലാം കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ സ്വീഡൻ ഇവര് കാരണം നടപ്പിലാക്കിയ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. സ്വീഡൻ ഇവർക്ക് വേണ്ടുന്ന പൗരത്വവും അഭയവും, ഇവർക്ക് മസ്ജിദുകൾ വേണോ, പള്ളികൾ വേണോ, ആരാധനാലയങ്ങൾ വേണോ, അറബി കോളേജുകൾ വേണോ, മദ്രസകൾ വേണോ, സ്വാതന്ത്ര്യം വേണോ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ആഘോഷം, ആചാരങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടു നടക്കണോ, എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് നൽകുന്നു. ഒടുവിൽ അവർക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടുന്ന ധനസഹായവും നൽകുന്നു. പൗരത്വം വേണമെന്ന് പറയുമ്പോൾ അതും നൽകുന്നു. ഇവരുടെ രാജ്യങ്ങളിൽ നിന്ന് തന്നെ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മതപ്രഭാഷണ ക്ലാസുകൾ എടുക്കണം, ഞങ്ങളെ മതപരമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പുരോഹിതന്മാർ ഞങ്ങളുടെ രാജ്യത്താണുള്ളത്, അവരെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അതിനും സ്വീഡനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ തയ്യാറാകുന്നു. അങ്ങനെ അവരെ പുറത്താക്കിയ അതേ മതവും പേറി അവരവിടെ എത്തി, അവരെ പുറത്താക്കിയ അതേ മതപുരോഹിതന്മാരെ അവരാ രാജ്യത്ത് എത്തിക്കുന്നു. പിന്നീട് കാണുന്നത്, ആ രാജ്യത്ത് ഈ മതം കാരണം അഭയം നൽകിയവർക്ക് മനസമാധാനമില്ലാതാകുന്നു. ഇവരുടെ രാജ്യത്ത് ഇവരുടെ മതനിയമം കാരണം ഏത് രൂപത്തിലാണോ മറ്റുള്ളവർ ബുദ്ധിമുട്ടിയത്, അവരത് ബുദ്ധിമുട്ടാൻ ബാധ്യസ്ഥരാണ്. കാരണം ജന്മം കൊണ്ടത് അവരുടെ രാജ്യമാണ്. പക്ഷേ സ്വീഡൻ അതിൻ്റെ ആവശ്യമില്ല. സ്വീഡൻ ഫ്രീഡം കൺട്രിയാണ്. അവർ മതം സ്വകാര്യതയായി വയ്ക്കുകയും മാനവികതയെ പുൽകുകയും ആ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കും വിധം ജീവിതം നയിച്ചു മുന്നോട്ട് പോകുകയും ചെയ്യുന്നവരാണ്. അവരെ കൂടി ഈ മതത്തിന്റെ കെട്ടുപാടുകളിൽ വലിഞ്ഞു മുറുക്കാൻ നിർബന്ധിതരാക്കുകയാണിവർ. ഒടുവിൽ സ്വീഡൻ ചില കരട് നിയമങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകുന്നു. ചില നിയന്ത്രണങ്ങൾ, ചില നിർദ്ദേശങ്ങൾ, ചില മാറ്റങ്ങൾ. ആ രാജ്യത്തെ ഇവര് കാരണം അടിമുടി മാറ്റാൻ സ്വീഡന്റെ അമരക്കാർ തയ്യാറാകുകയാണ്.
സ്വീഡന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് അഭയാർത്ഥി വിസ കഴിഞ്ഞ വർഷമാണ്. അതുവരെ വലിയ തോതിലായിരുന്നു. എത്രയെന്ന് വെച്ചാൽ 40 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷമായി കുടിയേറ്റ നിയമങ്ങളിൽ സ്വീഡൻ സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇതിനേറെ സഹായകരമായി മാറിയത്. 2015 മാത്രം 1,63,000 അഭയാർത്ഥികളെയാണ് സ്വീഡൻ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചത്. ഈ 1,63,000 ഒരു വർഷം കൊണ്ട് എത്രയാകുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇവർ ബയോളജിക്കലി വളരും. ആ രാജ്യത്തുള്ള ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റിയും ഇവരുടെ മതം ഇവർ വളർത്തും. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ അമ്പരപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്വീഡൻ ഇത്രയും കുറഞ്ഞ അഭയാർത്ഥികളെ സ്വീകരിച്ച ഒരു രാജ്യമായി മാറുന്നത്? എന്താണ് അവരുടെ അഭയാർത്ഥി വിസകൾക്ക് വന്ന മാറ്റങ്ങൾ? യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏത് രാജ്യത്തെക്കാളും വലിയ നിരക്കായിരുന്നു അന്ന് രേഖപ്പെടുത്തിയത്. 2015 അത്ഭുതപ്പെട്ടു എല്ലാ രാജ്യങ്ങളും. ഇന്ന് അത്ഭുതപ്പെടുന്നത് കുറഞ്ഞ അഭയാർത്ഥി നിരക്ക് കാരണമാണ്. കൂടിയ നിരക്കിലും അത്ഭുതപ്പെടുത്തി, കുറഞ്ഞ നിരക്കിലും അത്ഭുതപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം വെറും 6,250 പേരെ മാത്രമാണ് കഴിഞ്ഞ വർഷം സ്വീഡൻ അഭയാർത്ഥികളായി പരിഗണിച്ചത്. 1,63,000 ഏത് കോണിലാണ് 6,250 നിർത്തുക എന്ന് ചിന്തിക്കുക. കുടിയേറ്റത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായ ജോഹാൻ ഫോർസെലയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് താൽക്കാലിക സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി അവർക്ക് പ്രത്യേക അനുമതി ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 9,645 പേരാണ് അഭയാർത്ഥികളായി പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 2015 അഭയാർത്ഥികൾക്ക് കൂട്ടത്തോടുകൂടി താമസിക്കാൻ അനുമതി നൽകിയത് സ്വീഡനിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതായത് 2015 അഭയാർത്ഥികളായി സ്വീകരിച്ച 1,63,000 ആളുകൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും ചിലത് പഠിപ്പിച്ചു. ഞങ്ങളെ അഭയാർത്ഥികളായി കയറ്റുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സമാധാനം ഞങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നതിന് തുല്യമാണ് എന്നവർ പഠിപ്പിച്ചു. അതോടെയാണ് 2024 ആയപ്പോൾ 6,250 അത് ചുരുങ്ങാനുള്ള കാരണം. സ്വീഡനിൽ 2015 1,63,000 അഭയാർത്ഥികൾ സൃഷ്ടിച്ച പ്രതിസന്ധിയും ബുദ്ധിമുട്ടും അപകടാവസ്ഥയും അവരുടെ ഭരണഘടനാ ലംഘനങ്ങളും പിന്നെ ഒരുപാട് അഴിമതികളും അക്രമങ്ങളും അതിലധിഷ്ഠിതമായിട്ടുള്ള ഇവരുടെ ഹലാൽ ക്രിയകളും ഇതെല്ലാം കൂടിയായപ്പോൾ ആ രാജ്യത്തിന്റെ ക്രമസമാധാന നില തകരാറിലായി. ഇവരുടെ താമസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം തന്നെ ഫലപ്രദമായി നടപ്പിലാക്കാൻ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്വീഡൻ അനുഭവിച്ചു. തുടർന്ന് സ്വീഡനിൽ നിലവിൽ വന്ന സർക്കാരുമായി എല്ലാവരും ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി. അഭയാർത്ഥികൾക്ക് ഇപ്പോൾ താൽക്കാലിക റെസിഡന്റ് പെർമിറ്റുകൾ മാത്രമാണ് നൽകുന്നത്. സ്വീഡൻ വിട്ടുപോകുന്ന അഭയാർത്ഥികൾക്ക് $34,000 വീതം നൽകാൻ സർക്കാർ എടുത്ത തീരുമാനവും ഏറെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ വന്നു, നിങ്ങൾ അഭയാർത്ഥികളായി ജീവിച്ചു, ഞങ്ങളുടെ സൽക്കാരം സ്വീകരിച്ചു, ഇനിയും ഈ രാജ്യത്ത് നിന്നും ഒഴിഞ്ഞുപോയി ഞങ്ങളെ രക്ഷിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനും പണം കൊടുത്തൊഴിവാക്കുന്ന ഒരു രീതി. സ്വീഡന്റെ മാനവികത എത്രമാത്രം വിശാലമാണെന്ന് ചിന്തിച്ചു നോക്ക്. ഇതും വാങ്ങിച്ച് തിന്നിട്ട് നാളെയും സ്വീഡനെതിരെ കുരയ്ക്കാൻ ഇവർക്ക് മടിയുണ്ടാകില്ല. നന്ദിയില്ലാത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവരാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവമാണ് നന്ദികേട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പല അഭയാർത്ഥികളും ഈ രൂപത്തിൽ തങ്ങളുടെ ജീവിത രീതികൾ സ്വീഡനിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കി സ്വീഡൻ കൊണ്ടുവന്ന പുതിയ നിയമത്തിൽ ഇവരൊക്കെ ഇറുകപ്പെട്ടു, തളച്ചിടപ്പെട്ടു. അതുകൊണ്ട് ഇതേ രൂപത്തിൽ പണം വാങ്ങി അവരൊക്കെ വിട്ടുപോകാൻ നിർബന്ധിതരായി. കാരണം ഇവരുടെ ഒരടവുകളും സ്വീഡനിൽ നടക്കില്ല എന്ന് ഉറപ്പായി. $34,000 നൽകി അവരെയൊക്കെ പറഞ്ഞു വിട്ടു. മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അവർ കുടിയേറി പോകുകയും ചെയ്തു. അതുകൊണ്ട് സ്വീഡൻ രക്ഷപ്പെട്ടവരെവിടെ പോയിരുന്നാലും സ്വീഡന്റെ പ്രശ്നമല്ല. ഇപ്പോൾ അഭയാർത്ഥികളായി പരിഗണിക്കണം എന്ന അപേക്ഷ നൽകുന്ന 4-ൽ 3 പേരുടെയും അപേക്ഷകൾ തള്ളുന്നതാണ് രീതി. നോർവേ,
സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലേക്ക് 10 ലക്ഷത്തോളം പേരാണ് അഭയാർത്ഥികളാകാൻ വേണ്ടിയിട്ട് അപേക്ഷ നൽകിയത്. വരും വർഷങ്ങളിലും അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഇതേ നിലപാട് തന്നെ തുടരാനാണ് സ്വീഡന്റെ തീരുമാനം. ഇപ്പോൾ സമാധാനമുണ്ട്, തള്ളിക്കയറ്റമില്ല. അവിടെ വന്നിട്ട് ഒരുപാട് ഇവരുടെ വേഷം കെട്ടുകൾ കാണിക്കാനും പറ്റുന്നില്ല. പൊതുനിരത്തിൽ നിന്ന് നമസ്കരിക്കാനും അല്ലാഹു അക്ബർ വിളിച്ച് പാർക്കുകളിൽ കൂട്ടക്കുരുതി നടത്താനും ഒന്നും ഇപ്പൊ പറ്റുന്നില്ല സ്വീഡനിൽ. സ്വീഡൻ അഭയാർത്ഥികൾക്ക് എതിരാണ് എന്നതിനർത്ഥമില്ല. ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ല എന്ന് മാത്രമല്ല, ഇത്രയും ആളുകളുടെ കൈവെള്ളയിലേക്ക് സ്വീഡന്റെ സമാധാനം വെച്ചു കൊടുക്കാൻ സ്വീഡിഷ് ജനത തയ്യാറല്ല. ഇപ്പോൾ കയറ്റിയിരിക്കുന്ന അഭയാർത്ഥികളെ തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞ് സ്വീഡന്റെ അകത്ത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സ്വീഡിഷ് ജനത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ലെന്നും കുടിയേറ്റത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായ ജൊഹാൻ ഫർസൽ വ്യക്തമാക്കിയിരുന്നു. പൊതുവെ ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി അറിയപ്പെട്ടിരുന്ന സ്വീഡനിൽ കുടിയേറ്റക്കാരുടെ വലിയ കടന്നുകയറ്റത്തോടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി പൊതുവെ പരാതി ഉയർന്നു. 2022 മാത്രം ഇത്തരത്തിലെത്തിയ അധോലോക സംഘങ്ങൾ തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടലുകളിൽ 100 കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ചിലരങ്ങനെയാ, എത്ര പറഞ്ഞാലും എടുത്താലും മനസ്സിലാക്കി കൊടുത്താലും ഇവർക്ക് തിരിയത്തില്ല. ഇവരുടെ തൊടയിൽ നുള്ളു കിട്ടണം. ചിലർക്ക് അനുഭവങ്ങൾ തന്നെ വരണം, എന്നാലേ ചിലർ പഠിക്കൂ. നന്ദി.